ഹായ് കൂട്ടുകാരെ, ഇപ്പോൾ പെരുന്നാളുകളുടെ ഒരു സീസണാണല്ലേ. ജനുവരി സമയമൊക്കെ പള്ളിപ്പെരുന്നാളുകളുടെ ഒരു സമയമാണ്. ഞങ്ങളുടെ പെരുന്നാളാണ് കേട്ടോ, 25-26 തീയതികളിൽ. അപ്പോൾ എൻ്റെ പെരുന്നാളിൻ്റെ ഈ വർഷത്തെ പെരുന്നാളിൻ്റെ കുറച്ച് വിശേഷങ്ങളും കാഴ്ചകളായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നാട്ടിൽ നിന്ന് വന്ന വെള്ളിയാഴ്ച തന്നെ ഞാൻ അച്ചപ്പൊക്കെ ഉണ്ടാക്കിയിട്ടോ. വിരുന്നുകാരൊന്നും ഇല്ലെങ്കിലും പെരുന്നാൾക്ക് അച്ചപ്പും ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കിയില്ലെങ്കിൽ ശരിയാവില്ലല്ലോ. പെരുന്നാൾ പലഹാരം ഉണ്ടാക്കണം. അപ്പോൾ അച്ചപ്പം ഉണ്ടാക്കി, അച്ചാറ് ഇട്ട് വെച്ചു കേട്ടോ. കുറച്ച് തീരെ അച്ചാറുണ്ടായിരുന്നില്ല, അപ്പോൾ ഇത്തിരി അച്ചാറ് നാരങ്ങ ഇട്ട് വെച്ചു. പിന്നെ ശനിയാഴ്ച രാവിലെ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് നേരത്തെ എണീറ്റിട്ട് ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കി. കാരണം അമ്പ് ഞങ്ങളുടെ വീട്ടിൽ നിന്നാണ് ആദ്യത്തെ വീട്, ഞങ്ങളുടെ വീടാണെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പള്ളിയിൽ നിന്ന് 8:30 ആകുമ്പോൾ തുടങ്ങിയിട്ട് ഞങ്ങളുടെ വീട്ടിലേക്കാണ് ആദ്യം വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലത്തെ ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞു. അങ്ങനെ 8:30യോടുകൂടി പള്ളിയിൽ നിന്ന് അമ്പെടുക്കുന്നതിൻ്റെ ഫോട്ടോ ആണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് നേരെ നമ്മുടെ വീട്ടിലേക്കാണ് അമ്പ് വന്നത് കേട്ടോ. ആമേൻ. അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പ്രാർത്ഥന കഴിഞ്ഞ് എല്ലാവരും നേർച്ചയിടുകയും പുണ്യാളനെ തൊട്ട് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു കേട്ടോ. ഇവിടെ ബാൻഡ് സെറ്റ് വരുന്നത് ഇതുപോലെ 3 പേര് അല്ലെങ്കിൽ 5 പേരാണ് കേട്ടോ. ഈ വർഷം 5 പേരുണ്ട്, അല്ലെങ്കിൽ 3 പേരൊക്കെയാണ് ഉണ്ടാവാറ്. ഫുൾ ടീം വന്നിട്ട് പല യൂണിറ്റുകളിലേക്കായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് വിടുക കേട്ടോ. അതായത് ഓരോ യൂണിറ്റിനും ഓരോ ബാൻഡ് സെറ്റ് ഇല്ല. പള്ളിയിലേക്ക് 2 ടീമിനെ കൊണ്ടുവരും. അവിടെ നിന്ന് ഡിവൈഡ് ചെയ്ത് 16-17 യൂണിറ്റുകളുണ്ട്. ആ യൂണിറ്റുകളിലേക്ക് 3 ആൾ 5 ആളൊക്കെ ആയിട്ട് അങ്ങനെ പറഞ്ഞു വിടും കേട്ടോ. ഇപ്രാവശ്യം 5 ആൾ വന്നിട്ടുണ്ട്. അതാണ് ഇത്രയും കുറച്ച് ആൾക്കാർ. ഞങ്ങൾക്ക് പള്ളിയിലാണ് ഞങ്ങളുടെ ഫുള്ള് ബാൻഡ് സെറ്റും കാര്യങ്ങളൊക്കെ കേട്ടോ. പിന്നെ അടുത്തടുത്ത് വീടുകളില്ലാത്തതുകൊണ്ട് നമുക്ക് അടുത്ത വീട്ടിലേക്ക് പോവുക, അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇവിടെ ഇല്ല. പോകുന്നവരുണ്ട്, ഞങ്ങളങ്ങനെ പോവാറില്ല കേട്ടോ. കാരണം അവിടെ നിന്ന് വണ്ടി ഉണ്ടാവും ബാൻഡ് പോകാനും അല്ലെങ്കിൽ കൂടെയുള്ളവർക്ക് പോകാനായിട്ട്. നാട്ടിലേന്ന് പറയുമ്പോൾ തൊട്ട് വീടുകളിലെ ആണല്ലോ അമ്പ് പോവുക. അപ്പോൾ അപ്പുറത്ത് ഇപ്പുറത്തേക്കൊക്കെ പോകും. ഇവിടെ അങ്ങനെ ഒരു ഇതില്ല കേട്ടോ. അപ്പു കൂടെ പോയിട്ടുണ്ട്. പിന്നെ അജുവിന് വയ്യാത്തതുകൊണ്ടാവും പോയിട്ടില്ല കേട്ടോ. അങ്ങനെ അമ്പൊക്കെ പോയി കഴിഞ്ഞ് ഞങ്ങൾക്ക് കുറച്ച് ചോക്ലേറ്റ് ഉണ്ടാക്കാനുണ്ടായിരുന്നു, ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കലൊക്കെ ചെയ്തു കേട്ടോ. ലാസ്റ്റ് ആയപ്പോഴാണ് വീഡിയോ എടുക്കണം എന്നുള്ളത് ഓർമ്മ വന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ലാസ്റ്റ് ഭാഗം ഒന്ന് വീഡിയോ എടുത്തതാണ്. അത് കഴിഞ്ഞ് ഞാൻ ഇന്ന് ഈവനിങ്ങിൽ പള്ളിയിൽ പോകണമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പക്ഷേ ഇന്നലത്തെ തലേദിവസത്തെ അച്ചപ്പം പണിയും പിറ്റേ ദിവസത്തെ ഉണ്ണിയപ്പം പണിയും രണ്ടും കൂടി ഉണ്ടാക്കാനായിട്ട് നിന്നപ്പോഴത്തേക്കും പിന്നെ നാട്ടിൽ പോയി വന്നതിൻ്റെയും കൂടിയാണെന്ന് തോന്നുന്നു കാലിൻ്റെ കണ്ണിക്ക് നീര് വന്ന് വേദനയൊക്കെ ആയിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ കാലത്ത് ചോക്ലേറ്റ് പണി കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം ചെന്ന് കിടന്നു. കാലിങ്ങനെ തലയണയൊക്കെ വെച്ച് പൊക്കി വെച്ചിട്ട് കിടന്നു കേട്ടോ. അപ്പോൾ നീരൊന്ന് കുറഞ്ഞ് വേദന കുറഞ്ഞാൽ പള്ളിയിൽ പോകാമെന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു. പക്ഷേ എനിക്ക് ചെറിയ കുറവുണ്ട്. എന്നാലും ഞാൻ ഇന്ന് പള്ളിയിൽ പോയി പ്രദക്ഷിണവും കാര്യങ്ങളൊക്കെ പങ്കെടുത്ത് തിരിച്ച് വന്നാൽ ചിലപ്പോൾ നാളെയാണ് ശരിക്കും സൺഡേ ആണ് നമ്മുടെ ശരിക്കും പെരുന്നാൾ. ഇത് ശനിയാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ഈ ഞായറാഴ്ചത്തെ പെരുന്നാൾക്ക് പിന്നെ പോകാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ പോകണില്ല എന്ന് തീരുമാനിച്ചു. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം കിടന്നൊക്കെ വന്ന് നമ്മുടെ ചെടികളൊക്കെ ഒന്ന് നനയ്ക്കാനും കെട്ടാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പപ്പ അതൊക്കെ ആയിട്ട് നാട്ടിൽ പോയ വിശേഷങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പിന്നെ നാട്ടിലത്തെ പോലെ വിരുന്നുകാരൊന്നുമില്ല നമുക്ക് പെരുന്നാൾക്ക്. ഇവിടെ ഇപ്പോൾ ബന്ധുക്കളായിട്ട് അച്ഛന്മാരും വല്യമ്മയും ഒക്കെ ഉള്ളവർ എല്ലാവരും ഇതേ പള്ളി ഇടവക തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും പെരുന്നാളാണ്. നാട്ടിലേന്ന് പറയുമ്പോൾ അങ്ങനെയല്ലല്ലോ. അമ്മയുടെ വീട്ടിൽ
പിന്നെ മരുമക്കളുടെ വീട്ടിൽ മക്കളുടെ വീട്ടിൽ ഒക്കെ ക്ഷണിച്ച് എല്ലാവരും വന്നാണ് പെരുന്നാൾ ഉണ്ടാവുക. ഇവിടെ നമുക്ക് ആകെ കുറച്ച് ബന്ധുക്കളുള്ളവരൊക്കെ ഇതേ പള്ളി ഇടവക ആയതുകൊണ്ട് നമുക്ക് വിരുന്നുകാരൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഫുഡിൻ്റെ കാര്യങ്ങൾ പ്രത്യേകിച്ച് അങ്ങനെ കൂടുതലായിട്ട് നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഞാൻ ഇരുമ്പമ്പുളിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നാട്ടിൽ നിന്ന്. അപ്പോൾ അത് മീൻ കറി വെക്കാമെന്ന് പറഞ്ഞു. ചിക്കൻ വാങ്ങിച്ചിട്ട് കബാബ് വറക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ വൈകിട്ട് ഞാനവിടെ ഗാർഡനിലെ പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ പപ്പ ചിക്കൻ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. മീൻ നാളെ രാവിലെ വാങ്ങിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ സ്പെഷ്യലായിട്ടൊന്നുമല്ല, ഇരുമ്പാമ്പുളി കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അത് വെച്ച് വെക്കാം. അപ്പോൾ പിള്ളേർ ചിലപ്പോൾ മീൻ അങ്ങനെ ഇരുമ്പാമ്പുളി ഇട്ട് വെച്ചതൊക്കെ ചാറ് മാത്രം എടുക്കുള്ളൂ. അവരെ ചിലപ്പോൾ കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ അവർക്കും കൂടി ചിക്കൻ വാങ്ങിച്ച് കബാബും കൂടി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അല്ലാതെ ഒരുപാട് വിഭവങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ തന്നെ നമുക്ക് വിരുന്നുകാരും ഇല്ല കേട്ടോ. അപ്പോൾ ചിക്കൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ ഞാനത് കബാബ് വറുക്കാനായിട്ടുള്ള മസാലയും കാര്യങ്ങളൊക്കെ പുരട്ടി ഫ്രിഡ്ജിൽ വെക്കാം. നാളെ ഉച്ച സമയത്ത് നമുക്ക് ഊണ് കഴിക്കുന്ന സമയത്ത് എടുത്ത് വറക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ ചിക്കനൊക്കെ നന്നാക്കി കബാബും ഒക്കെ റെഡിയാക്കി. അങ്ങനെ അന്നത്തെ തലേ ദിവസത്തെ വിശേഷങ്ങൾ അങ്ങനെ ഈ ഒരു ചിക്കൻ റെഡിയാക്കി വെക്കുന്നതോടുകൂടി അവസാനിക്കുകയാണ്. അത് കഴിഞ്ഞ് കുളിച്ച് പിന്നെ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞല്ലോ. തലേ ദിവസം ഞാൻ പറഞ്ഞില്ലേ പള്ളിയിലേക്ക് പോയില്ല എന്നുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞു. പിറ്റേന്ന് രാവിലെ ഒരു 7 മണിയോട് കൂടിയാണ് എണീറ്റത് കേട്ടോ. രാവിലെ പള്ളിയിൽ പോകേണ്ട ആവശ്യമില്ലല്ലോ. വൈകുന്നേരം 4:30 പ്രദക്ഷിണത്തോടു കൂടിയാണ് നമ്മുടെ തിരുനാളിൻ്റെ പരിപാടികൾ തുടങ്ങുക. അപ്പോൾ അതുകൊണ്ട് ഒരു 7 മണിയോട് കൂടിയാണ് എണീറ്റ് വന്നത്. രാവിലെ എണീറ്റ് ഉപ്പുമാവ് ഉണ്ടാക്കി, കാപ്പി ഉണ്ടാക്കി. രാവിലെ പിന്നെ അത്രയേ ഉള്ളൂ. മീൻ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടില്ല കേട്ടോ. ബാക്കി പാത്രം കഴുകലും ചൂടുവെള്ളം തിളപ്പിച്ച് വയ്ക്കലൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഇന്നലെ ഉണ്ടാക്കി വെച്ച ചോക്ലേറ്റ് പാക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ മീനൊക്കെ കൊണ്ടുവന്ന് വെക്കുന്നതിന് മുമ്പ് ഇതങ്ങ് പാക്ക് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് kg ആയിട്ട് കൊടുക്കുന്ന ചോക്ലേറ്റാണ്. കുറച്ച് മുമ്പ് വരെ നമ്മൾ മെഷീനിൽ പാക്ക് ചെയ്യുന്നതൊക്കെ ഒരെണ്ണം 10 രൂപയായിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. ഇതങ്ങനെയല്ല, ഇത് kg ആയിട്ട് കൊടുക്കുന്ന ഇതാണ്. അങ്ങനെ ഞാൻ ആദ്യം ഇതിൻ്റെ ഒരു പാക്കിങ് നമ്മൾ കൈകൊണ്ടാണ് പാക്ക് ചെയ്യുന്നത്. ആ ഒരു പാക്കിങ് കഴിഞ്ഞിട്ടാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് കേട്ടോ. 9 മണിയൊക്കെ ആയിട്ടാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അത് കഴിഞ്ഞ് നമുക്ക് മരുന്നുകൾ കഴിക്കാനുണ്ടായിരുന്നു. ഭക്ഷണത്തേക്കാൾ കൂടുതൽ മരുന്നുകൾ ഇപ്പോൾ കഴിക്കാനുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ എടുത്ത് കഴിക്കുകയും ചെയ്തു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും മീൻ വാങ്ങിച്ചിട്ട് വന്നു. അപ്പോൾ മീൻ ഇന്ന് കിട്ടിയിരിക്കുന്നത് ചെമ്പല്ലിയാണ് കേട്ടോ. ചെറിയ നത്തോലി വാങ്ങിക്കാനാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ഇരുമ്പാമ്പുളി ഇട്ട് വയ്ക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇന്ന് നത്തോലി കിട്ടിയില്ല. അപ്പോൾ ചെമ്പല്ലിയാണ് വാങ്ങിച്ചുകൊണ്ട് വന്നേക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇത് ഇരുമ്പാമ്പുളിയൊക്കെ ഇട്ട് കൂട്ടാൻ വെക്കണം. അങ്ങനെ ഞാനിതാ നമ്മുടെ കൂട്ടാനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് വന്നിട്ട് ചോറ് ചോദിക്കായിരുന്നു കേട്ടോ. ഞാൻ ആദ്യം കൂട്ടാനാണ് വെച്ചത്, ചോറ് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാ നമ്മൾ മീൻ വെച്ചു, അതങ്ങ് മാറ്റി വെച്ചു. അത് കഴിഞ്ഞതാ മീൻ വറക്കാനായിട്ട് നോക്കുന്നു. അപ്പുറത്തെ അടുപ്പിൽ നമ്മൾ ചോറും വെച്ചിട്ടുണ്ട് കേട്ടോ. ചോറ് വെച്ചിട്ടുണ്ട്. അത് വിസിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് മീൻ വറക്കലും കഴിക്കാം. അങ്ങനെ മീൻ വറക്കൽ കഴിഞ്ഞിട്ട് ബാക്കി ഞാൻ കുറച്ച് ചിക്കനും കൂടി എടുത്ത് വറക്കാമെന്ന് വിചാരിച്ചു. പുച്ചാവാരായിട്ടോ കൂട്ടാൻ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ. അങ്ങനെ ഞാനും അതും കൂടി ചോറുണ്ണാനിരുന്നു. മീൻ വറുത്തതുണ്ട്, മാങ്ങ കൊത്തിയരിഞ്ഞ് ഉപ്പും മുളക് പൊടിയും വെളിച്ചെണ്ണയൊക്കെ ഇട്ടിട്ട് നാട്ടിൽ നിന്ന് നാത്തൂൻ്റെ അവിടെ നിന്ന് ചേച്ചിയുടെ അവിടെ നിന്ന് കൊടുന്നതാണ് കേട്ടോ. നല്ല മൂവാണ്ട മാങ്ങ കൊട്ടിയിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഈ വർഷത്തെ ഞങ്ങളുടെ ആദ്യത്തെ മാങ്ങയാണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അങ്ങനെ ഞാനും അതും കൂടി ഭക്ഷണം കഴിക്കാനിരുന്നു. ചിക്കൻ വറുത്തതും മീൻ വറുത്തതും മീൻ കറിയും ഒക്കെ കൂട്ടി മാങ്ങയൊക്കെ കൂട്ടി ഞങ്ങൾ അടിപൊളിയായിട്ട് ഞങ്ങളുടെ പെരുന്നാളിൻ്റെ ഊണ് കഴിഞ്ഞു. വിരുന്നുകാരില്ലാത്തതുകൊണ്ട് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാനും ഹോസ്പിറ്റലിൽ പോയിരിക്കുകയാണ് കേട്ടോ. വല്യമ്മയുടെ മോൻ ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോൾ ഒന്ന് അങ്ങോട്ട് പോയേക്കായിരുന്നു. അപ്പം ഞാനും അതും മാത്രമാണ് പെരുന്നാളിൻ്റെ ഉച്ചയൂണിന് ഉണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഊണൊക്കെ കഴിഞ്ഞ് പിന്നെ ഇനി പള്ളിയിൽ പോകാനുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോഴേക്കും പപ്പയൊക്കെ വന്നു. അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ പോവാണ് കേട്ടോ. 4 മണിയല്ല 4:30 അതിന് കാണാനില്ല എന്തുട്ടാ അതിൻ്റെ ഞങ്ങളുടെ പള്ളിയിലെ കുർബാനയ്ക്ക് മുമ്പാണ് പ്രദക്ഷിണം കേട്ടോ. ചില പള്ളികളിലെ നാട്ടിലൊക്കെ കുർബാനയ്ക്ക് ശേഷമാണല്ലോ പ്രദക്ഷിണം. അപ്പം ഞങ്ങൾക്ക് ഇവിടെ 4:30 പ്രദക്ഷിണം തുടങ്ങിയിട്ട് പിന്നെ 6:30 വിശുദ്ധ കുർബാന, തിരുനാൾ കുർബാന കേട്ടോ. ഞങ്ങൾ പള്ളിയുടെ അവിടേക്ക് എത്തുമ്പോഴത്തേക്കും ഇതാ നമ്മുടെ പ്രദക്ഷിണം ഈ ഒരു ഭാഗം കുറച്ച് ഇങ്ങോട്ട് പോന്നിട്ടുണ്ട് കേട്ടോ. ബാക്ക് പള്ളിയിൽ തന്നെയായിരിക്കും, തുടക്കം കുറച്ച് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾ അങ്ങനെ പോയി. ഞാൻ പ്രദക്ഷിണത്തിന് പോകണോ പോകണ്ടയോ എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. കാരണം ഈ കാലുവേദന കൂടുമോ എന്നുള്ളൊരു ഇതിൽ. പിന്നെ ബാൻഡ് സെറ്റൊക്കെ കണ്ടാൽ പിന്നെ നമുക്ക് ഇതൊക്കെയല്ലേ ഇവിടെ ഒരു സന്തോഷം. അപ്പോൾ ബാൻഡ് സെറ്റ് കണ്ടാൽ ഞാൻ അവിടെ കമിഴ്ന്നടിച്ച് വീഴുമെന്ന് പറയില്ലേ, അത്രയും ഇഷ്ടമാണ് എനിക്ക് ബാൻഡ് സെറ്റിൻ്റെ ഇത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, പോവാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞാൻ ബാക്കിൽ വരുന്ന ബാൻഡ് സെറ്റിൻ്റെ കൂടെ കൂടി കണ്ടത് ഇവിടെ ഇതാണ് പള്ളി. പള്ളിയുടെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ, കണ്ടോ തേര് ഇറങ്ങുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോഴാണ് ഞങ്ങളവിടെ എത്തിയത്. അങ്ങനെ ഞാൻ പ്രദക്ഷിണത്തിന് പോയിട്ടോ, കുറച്ച് പോയി. പിന്നെ ഓടി നടന്ന് പ്രദക്ഷിണം വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല, ഈ കാലുവേദന ഉള്ളതുകൊണ്ട്. ഞാനിങ്ങനെ നടക്കുന്ന വഴിക്കുള്ള കുറച്ച് വീഡിയോസാണ് കേട്ടോ.
അങ്ങനെ 4:30 തുടങ്ങിയ പ്രദക്ഷിണം 6 മണിയോടുകൂടി, 6:30 ആയിട്ടില്ല കേട്ടോ, 6:30ക്കാണ് വിശുദ്ധ കുർബാന. 6 മണി കഴിഞ്ഞപ്പോൾ നമ്മൾ പള്ളിയിലെത്തിയിട്ടാണ്. ഇവിടെ തേര് തള്ളിക്കൊണ്ട് വരുന്നതാണ്. അങ്ങനെ തേരും പള്ളിയിലേക്ക് കയറി, ഒപ്പം തന്നെ നമ്മുടെ പ്രദക്ഷിണം പള്ളിയിൽ കയറി സമാപനാശീർവാദം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുർബാനയും തുടങ്ങിയിട്ടാണ്. നമ്മുടെ തിരുനാൾ കുർബാനയാണ് തുടങ്ങുന്നത്. ഇത് സമാപനാശീർവാദമാണ് കേട്ടോ. കുറച്ചിങ്ങനെ വീഡിയോ എടുത്തതാണ്. പള്ളിയിൽ പാട്ടൊക്കെ പാടുന്നതുകൊണ്ട് നമുക്ക് കോപ്പിറൈറ്റ് വരും. അതാണ് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് മ്യൂസിക്കൊക്കെ കയറ്റി അങ്ങനെ ഇടുന്നത് കേട്ടോ. അങ്ങനെ അതാ കുർബാനയ്ക്ക്, നമ്മുടെ തിരുനാൾ കുർബാനയുടെ തുടങ്ങാനായിട്ട് വൈദ്യുതി വരുന്നതാണ് കേട്ടോ.
കുർബാന കഴിഞ്ഞ് വെടിക്കെട്ട് കഴിഞ്ഞ് ബാൻഡ് സെറ്റുകളെല്ലാം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അമ്പെടുത്ത് വയ്ക്കാനും പുണ്യാളൻ്റെ അടുത്തേക്കൊക്കെ പോയത് കേട്ടോ. അപ്പോൾ തിരക്കും കുറയുമല്ലോ, എല്ലാം കഴിഞ്ഞ് ലാസ്റ്റാണ്. അപ്പോൾ ഞങ്ങൾ അമ്പൊക്കെ എടുത്ത് വെച്ച് ഇവിടെ സെബസ്ത്യാനോസിനെ വെച്ചിട്ടുള്ള രൂപം വെച്ചിട്ടുള്ളടത്ത് പോയി നമ്മൾ പ്രാർത്ഥിച്ച് തിരിച്ചു പോകുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വർഷത്തെ 2025 ഞങ്ങളുടെ സെൻറ്റ് സെബാസ്റ്റ്യൻസ് ഫൊറൈൻ ചർച്ച് മത്തിക്കര ബാംഗ്ലൂരിലെ പെരുന്നാൾ വിശേഷങ്ങൾ. അപ്പോൾ ഇനി അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. ബാഡ് സെറ്റിൻ്റെ ഒക്കെ ഫുൾ വീഡിയോസ് വരുന്നുണ്ടേ. അപ്പോൾ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.